ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വേണ്ട രാവിലെ ടെറസിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വേണ്ടിട്ട് മാങ്ങ പിച്ചാന്ന് പറഞ്ഞ് കയറിയത് കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, അന്ന് കുറച്ചൊക്കെ പിച്ച് വെച്ചു. ഇപ്പം വേണ്ട വീണ്ടും ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇപ്പം രാവിലെ ഒന്ന് ടെറസിലോട്ട് കയറി നോക്കിയതാണ് എന്താ ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പം വൈകുന്നേരം നമുക്ക് മാങ്ങ വെച്ചാൽ അന്നേരം വേണ്ട ഇപ്പം ഇവിടെ ഒരെണ്ണം പഴുത്തി ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്കങ്ങ് പിച്ചെടുക്കാം ഫ്രണ്ട്സ്. ഇപ്പം വേണ്ട ഇത് ഏതാണ്ട് ഇപ്പം പുഴു കയറാറായി കേട്ടോ. കറക്റ്റ് സമയത്താണ് പിച്ചിയത്, അല്ലെങ്കിൽ ഇതിനകത്ത് പുഴു കയറിപ്പോയാൽ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ബാക്കി വൈകുന്നേരം ടെറസിൽ വന്ന് കയറിയിട്ട് മാങ്ങയൊക്കെ പിച്ചാം. അപ്പോൾ ഇപ്പം താഴോട്ട് പോവാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തേണ്ട വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തേണ്ട ടെറസിൽ കയറി കേട്ടോ മാങ്ങ പിച്ചാനായിട്ട്. അപ്പം ഇന്ന് മാങ്ങ പിച്ചാനായിട്ട് അച്ഛനായിട്ട് ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ വേണ്ട മാങ്ങ വെച്ചാൻ വേണ്ടി കയറിയപ്പോഴേ ഗൈസ് ഇതുണ്ടോ, കിളിയോ അണ്ണാറക്കണ്ണനൊക്കെ കൂടെ കയറിയിട്ട് നമ്മുടെ ഇവിടെ പഴുത്തി ഇന്ന മാങ്ങയൊക്കെ കൂടെ പിച്ച് താഴെ ഇട്ട് തിന്നേക്കുന്നു. റോളിംഗ് ആക്ഷൻ ഗൈസ്. അപ്പോൾ വേണ്ട ഈ കാണുന്നതാണ് കേട്ടാ അച്ഛൻ്റെ മാങ്ങ പറിക്കാനായിട്ടുള്ള ടൂള്. ഇത് നമ്മുടെ ഐറ്റം. നമ്മൾ നോക്കിയാൽ മാങ്ങ ഐറ്റം വയ്ക്കാൻ വേറെ ഐറ്റം ഒന്നുമില്ല. മാങ്ങ എല്ലാം താഴെ വീണാൽ ചള്ളിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ മോൻ്റെ പഴയൊരു ബനിയനങ്ങ് എടുത്ത് എന്നിട്ട് ഒരു റിങ്ങിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത്, അതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആയുധം വെച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. നമ്മൾ ആദ്യം താഴെയുള്ള ഒരു മാങ്ങയാണ് പറിക്കാൻ നോക്കുന്നത്. ആദ്യം അതിനെ കവറിൽ കയറ്റി, എന്നിട്ട് താണ്ട തോട്ടിക്കകത്ത് കയറ്റി. അപ്പൊ നമ്മുടെ സക്സസ് ആയിരിക്കുന്നു. നമ്മുടെ താണ്ട മാങ്ങ റെഡി. ഫസ്റ്റ് മാങ്ങ തപ്പിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു ബേസിനകത്താണ് കേട്ടോ നമ്മുടെ മാങ്ങ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെക്കുന്ന വേണ്ട അടുത്തത് കിട്ടി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വേണ്ട അങ്ങ് ദൂരത്തുള്ളൊരു മാങ്ങ വെച്ചാൻ പോവാണ് കേട്ടോ. ഒരെണ്ണം കൂടാ, അതെല്ലാം കൂടെ കൊള്ളുവോ? പിന്നെന്താ. ഫ്രണ്ട്സ്. അപ്പം നമ്മൾ വേണ്ട ഒരെണ്ണത്തിനകത്ത് 3 മാങ്ങ എങ്ങാണ്ട് കിട്ടി. ഒന്ന് രണ്ട്, അപ്പൊ 2 മാങ്ങ കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ ടെറസ് വയ്ക്കുന്ന എല്ലാ മാങ്ങയൊന്നും വിളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കുഞ്ഞൻ മാങ്ങ ഇപ്പൊ വീണിട്ടേ ഉള്ളു. ഇത് കണ്ടില്ലേ, ഇരിക്കുന്നതൊക്കെ കുഞ്ഞൻ മാങ്ങകളാണ്. അപ്പോൾ പല സീസണിൽ വീണത് കൊണ്ട് നമുക്കിപ്പോൾ നേരത്തെ പഴുത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇപ്പം നമ്മൾ പിച്ചുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി അണ്ണാറക്കണ്ണൊക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ മാങ്ങ കിട്ടത്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനും തമ്മിൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ പിച്ചു. ഇത് ചലഞ്ചായിട്ടോ. ഞാൻ ഒറ്റടിക്ക് 3 എണ്ണം പിച്ചെടുക്കും. 1 2 3 ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വേണ്ട ഒറ്റടിക്ക് 3 മാങ്ങ വെച്ച് കേട്ടോ. 1 2 3 ഫ്രണ്ട്സ്. അപ്പോൾ വേണ്ട അച്ഛൻ ഇവിടെ നിന്നിട്ട് വിയർത്ത് തുടങ്ങി ഗൈസ്. നമുക്ക് പണി പാളിയിട്ടുണ്ട്. ഈ നമ്മുടെ ബനിയൻ്റെ കൈയുടെ ഊട്ടേ കൂടെ ഇവിടെ മാങ്ങയൊക്കെ പുറത്ത് ചാടാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ ഇനി വലിച്ച് കെട്ടേണ്ടി വരും. നമുക്ക് വേറെ ചണമിട്ട് ഇവിടെ കെട്ടേണ്ടി വരും. വേറെ രീതി കെട്ടാം. അച്ഛൻ ഒരു കാരണവശാലും പേടിക്കണ്ട അച്ഛനെ ഞാൻ വെളുപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടേ വീഡിയോ എടുത്തോളൂ. അതുപോലെ എന്നെ പെട്ടെന്ന് അങ്ങ് വിയർക്കുന്നു, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ മോൻ്റെ 2 ടീച്ചർമാർ വന്നിട്ടുണ്ട്. ടീച്ചർമാർക്ക് കുറച്ച് മാങ്ങ കൊണ്ട് കൊടുക്കാണ്. മാങ്ങ പറിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മൾ ടീച്ചർമാർക്ക് ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ ഫ്രണ്ട്സ്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന 2 ടീച്ചർമാർ ഇതുവഴി വന്നായിരുന്നു കേട്ടോ. അന്നേരം അവരെയും പിടിച്ചു നിർത്തി നമ്മൾ മാങ്ങയൊക്കെ കൊടുത്ത് ഫ്രണ്ട്സ്. ഇതൊക്കെ വിളഞ്ഞിരിക്കുകയാണ്, നമ്മുടെ താഴെ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കുത്തി ഒടിച്ച് ഇടുകയാണ്. ഇപ്രാവശ്യം നല്ല മാങ്ങ ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മാങ്ങ ഒക്കെ പിച്ചുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം കാണും, ഇത് ഏത് മാങ്ങയാണെന്ന്. ഇത് പ്രയൂർ ഇനത്തിൽപ്പെട്ട ഒരു മാങ്ങയാണ്. പ്രയൂർ മാങ്ങ എന്ന് പറയുന്ന പുളിയൊന്നും വരത്തില്ല, നല്ല മാംസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അധികം പഴുകാൻ കൊള്ളത്തില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്ത് മൊത്തം പുഴു കയറി തുടങ്ങും. അപ്പം നമുക്ക് ഒത്തിരി വെച്ച് പഴുപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റുന്നത്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നതായതുകൊണ്ട് നമ്മളല്ലാതെ തന്നെ പഴുപ്പിച്ച് തിന്നാണ്. ഇച്ചിരി മധുരക്കുറവായാലും നല്ല ടേസ്റ്റാണ് മാങ്ങയ്ക്ക് ഫ്രണ്ട്സ്. അപ്പോൾ വേണ്ട വൈകുന്നേരം സമയം കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് ചൂടെടുക്കുന്നു. ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പനി ഇപ്പോൾ എനിക്ക് വെക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്കും കിട്ടി. അപ്പോൾ വേണ്ട ഇപ്പോൾ സമയമൊക്കെ ഇരുണ്ട് വരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മാങ്ങയൊക്കെ പറിച്ച് തീർക്കണം ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ ഇതിനിടയിൽ 3-4 തവണ പോയി വിശ്രം കൂടി കയറി കേട്ടോ. ഞാൻ ഒരു തവണ വീഡിയോ എടുത്തപ്പം
ഞാൻ മറ്റേ ഈ മൈക്കിൻ്റെ അഡാപ്റ്റർ കുത്തിയപ്പോണ്ടിരുന്നത്, അന്നേരം പിന്നെ വോയിസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇതേണ്ടേ ഇപ്പം മാങ്ങ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഇത് കുറച്ച് നഷ്ടമാണ് ഇല്ല വെച്ചാ ഈ സാധനം വെച്ച് പിടിക്കുന്ന ദൂരെയൊക്കെ ഉള്ള പിക്കുമ്പോഴേ നമുക്ക് കുറേയൊക്കെ അങ്ങ് പോകുന്നു. നമ്മുടെ മെഷീനെങ്കിൽ ഒരു 95% സക്സസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരെയുള്ള മാങ്ങ അത് 2 എണ്ണം ഒരുമിച്ച് വിൽക്കുമ്പോൾ ഒരെണ്ണം തെറിച്ച് താഴെ പോകും. ആ കണ്ടില്ല ഇപ്പം പോയത് അതേപോലെ. ഫ്രണ്ട്സ് അപ്പോൾ അച്ഛതേട്ടാ ഒരു കൊലയോടെ ഇങ്ങ് വിച്ചിക്കൊണ്ട് വന്നു കേട്ടോ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിനിടയിൽ കൂടെ ഒരു ഷോർട്സ് എടുക്കാൻ പോയിട്ടോ. നേരത്തേക്ക് അച്ഛതേട്ടാ ഇവിടെ ഒരു ഉറുമുകൂടുണ്ട്, അതിനകത്തോട്ട് കൊണ്ട് കൈ ഇട്ട് കേട്ടോ. വേണ്ട ഇതിപ്പോൾ കൈ ഇട്ടത് കേട്ടോ കാണിക്കാൻ വേണ്ടി. അച്ഛനാണെങ്കിൽ കൈയൊക്കെ ചൊറിയുന്ന കേട്ടോ. നമ്മുടെ മറ്റേ പുതിയ ഇപ്പോഴത്തെ ട്രെൻഡില്ലേ AGPയുടെ പാട്ട് അതെടുക്കാനായിട്ട് കട്ടുറുമ്പിൻ്റെ കൂട്ടിക്കൊണ്ട് കൈ ഇട്ടതാണ്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ ഇന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന മാങ്ങ എല്ലാം പിച്ച് കേട്ടോ. അങ്ങനെ വേണ്ട നമുക്ക് ഇത്രത്തോളം മാങ്ങ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് നേരത്തെ മാങ്ങ പിച്ചിലുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു 4 ഡബ്ബെങ്കിലും മാങ്ങ കാണും. അപ്പോൾ ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് അയലത്ത് വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു മാങ്ങ പിച്ചതാണ്. ഏകദേശം ഒരു 10, 25, 50 കിലോ ഒക്കെ അടുത്തുള്ള മാങ്ങ കാണും. ഇതല്ല ഈ മാവിനകത്തുള്ള മൊത്തത്തിൽ നമ്മൾ പിച്ച് കഴിയുമ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 കിലോ മേളിലുള്ള മാങ്ങ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ അയലത്തെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം പിച്ചത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ നല്ല പ്രയൂർ മാങ്ങയാണ്. നല്ല സൈസൊക്കെ കണ്ടില്ലേ, നല്ല സുന്ദരം പ്രയൂർ മാങ്ങയാണ്. മഴ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, പുലോട് എങ്ങനെ ചുരുട്ടുന്ന ഇതൊരു പരിപാടിയുണ്ട്, നീ കണ്ടോണം ഇപ്പോൾ. അപ്പം നേട്ടാ അച്ഛൻ ഈ സാധനം എല്ലാം കൂടെ എടുത്ത് തലയിൽ പൊക്കി വെച്ച് ചേട്ടാ. അപ്പോൾ മാങ്ങ ഒക്കെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് വേണ്ട അടുത്ത ദിവസം രാവിലെ എണീറ്റ് എന്നിട്ട് വേണ്ട ടെറസിൽ വെള്ളം ഒഴിക്കാനായിട്ട് വന്നേക്കുക കേട്ടോ. ഇതുണ്ട് നമ്മളെടുത്ത പൈപ്പിനകത്ത് ഇത് കമ്പിയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുക, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് ഉരിപ്പും. അത് ഭയങ്കര ലൂസാണ്. നമുക്ക് ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വേണ്ട ഏതാണ്ടൊക്കെ വെള്ളം ഒഴിച്ച് തീരാറായി. അപ്പം വേണ്ട ഇന്നലെ പിച്ചതിൻ്റെ ബാക്കി മാങ്ങയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും പിച്ചണം. കുറേയൊക്കെ ഇതിനകത്ത് പുഴുവൊക്കെ കയറി കിളിയൊക്കെ കൊത്തിക്കൊണ്ടൊക്കെ പോയതുണ്ട്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം പിച്ചെടുക്കണം. ഹേ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട ടെറസിൽ വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴോട്ട് പോകണം. ഫ്രണ്ട്സ് അപ്പോൾ വേണ്ട ഉച്ചയായപ്പോഴത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വേണ്ട ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.